ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദാശംസകൾ. എല്ലാവരും നന്നായിട്ട് തന്നെ ഈദൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കാം. നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. വിശപ്പ് മാറും, ഒപ്പം ദാഹവും മാറും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാൽ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, 2 കപ്പ് അളവിൽ. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കും എപ്പോഴും നന്നായിട്ട് വരാം കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടായിട്ടുള്ള പാലിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് ആവശ്യത്തിന് തന്നെ പഞ്ചസാര ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സിലൊക്കെ മധുരമുണ്ട്, അപ്പോൾ ഇത്ര തന്നെ മതിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒഴിക്കുക. അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് അടിഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, മിക്സ് ആവാതെയായിരിക്കും ഇരിക്കുക കുറച്ച് സമയം ഇരിക്കുന്ന സമയത്ത്. ഇനി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോറിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, കാരണം ഇതൊരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ കസ്റ്റാർഡ് പൗഡർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരണം. നല്ലൊരു തണുത്ത ഡ്രിങ്ക് തന്നെയാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം റെഡിയാക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വരട്ടെ. അതിനുശേഷം പിന്നെ നമ്മൾ തണുപ്പിച്ചിട്ടാണ് ഇത് റെഡിയാക്കുക. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, പക്ഷേ എല്ലാ ഫ്രൂട്ട്സും ഇതിന് നന്നായിട്ട് വരില്ല. അതുപോലെ നട്ട്സ് ഇഷ്ടമുള്ളത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, ബനാന എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴമാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഗ്രീൻ കളറിലുള്ള മുന്തിരിയും അതുപോലെ പർപ്പിൾ ഗ്രേപ്സുമാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സും നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ അതായിരിക്കും നന്നായിട്ട് വരിക. അതുപോലെ നട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമാണ്. നിങ്ങൾക്ക് കാഷ്നട്ടോ പിസ്താഷിയോ അല്ലെങ്കിൽ സീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലാം കുറേശ്ശെ അളവിൽ തന്നെ മതിയാവും. നമ്മൾ എത്രയ്ക്ക് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. ആപ്പിളിൻ്റെ ഒന്നും ഞാനൊരു തൊലിയൊന്നും കളഞ്ഞെടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. പിന്നെ നല്ല കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ സ്ട്രോബെറി ഉപയോഗിക്കാവുന്നതുള്ളൂ. അതുപോലെ മാങ്ങയുടെ സീസണല്ലേ, മാങ്ങ ഉപയോഗിക്കാം. അതുപോലെ തണ്ണിമത്തൻ അതുപോലുള്ള ഫ്രൂട്ട്സ് അത്ര നന്നായിട്ട് വരില്ല. ഈ ഒരു ഡ്രിങ്ക് ഓവറായിട്ട് വാട്ടറായിട്ട് മാറും. അല്ലെങ്കിൽ പപ്പായ അതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പൈനാപ്പിൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്കിന് കയ്പ്പരസം വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പഴം എടുത്തൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. പഴം ഞാൻ ചെറിയൊരു പഴം തന്നെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക, നല്ല കളർഫുള്ളായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു ഡ്രിങ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വരും. അല്ലെങ്കിൽ മാതള നാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇപ്പോൾ ഒന്ന് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുത്തതിലേക്കാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സിലേക്ക് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തെടുക്കുക. കാരണം ഒരു ഡ്രിങ്കിലേക്ക് ചേർക്കുമ്പോൾ ഫ്രൂട്ട്സിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോഴാണ് അത് നന്നായിട്ട് വരിക കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. നിങ്ങൾക്ക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കണ്ട. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഫ്രൂട്ട്സും. എന്നിട്ട് തണുത്ത ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടല്ലോ, ഇതിപ്പോൾ കണ്ടോ ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. തണുത്ത കസ്റ്റാർഡിലേക്ക് നന്നായിട്ട് തണുത്ത ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഐസ് ക്യൂബ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും.
അപ്പോൾ എത്ര ഫ്രൂട്ട്സ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഫ്രൂട്ട്സ് അത്യാവശ്യം ചേർക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. അതുപോലെ നട്ട്സ് ചേർക്കുമ്പോൾ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഈ ഒരു ഡ്രിങ്ക് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് മാറും. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് ബദാമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമുക്ക് കുടിക്കാവുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ എപ്പോഴും. ഓവറായിട്ട് തിക്കോ ഓവറായിട്ട് ലൂസായാലും ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടിയും എന്താ പറയുക, നല്ലൊരു തണുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നല്ല തണുത്ത ഡ്രിങ്ക് ആകുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 2 വലിയ ഗ്ലാസ് എന്നുള്ളൊരു അളവിലുണ്ടാവും. ഇപ്പോൾ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഗ്ലാസ് അളവിലുണ്ടാവും കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. സമ്മർ ഡ്രിങ്ക്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ തന്നെ വരാവുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങളിതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വെക്കാം. ആ ഒരു മിക്സ് ചെയ്യണത് ആ ഒരു സമയത്തായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് നട്ട്സും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടം. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി സമ്മർ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.